ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, മാരുതി ഒരു ഇന്ത്യൻ കമ്പനിയാണ്, സുസുക്കി ജപ്പാൻ കമ്പനിയാണ്. ഈ സുസുക്കിയുടെ ടെക്നോളജി ഉപയോഗിച്ച് മാരുതി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കാറുകൾ നമ്മുടെ വിപണിയിൽ സുലഭമാണ്. പക്ഷെ ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം മാരുതി സുസുക്കി വാഹനങ്ങൾക്കെതിരെ എന്തോ ഒരു ക്യാമ്പയിൻ നടക്കുന്നത്. അതൊരു പെയ്ഡ് ക്യാമ്പയിൻ ആണ്. തദ്ദേശീയമായി നിർമ്മിക്കുന്ന വാഹനങ്ങളുടെ വിപണിയെ നഷ്ടപ്പെടുത്തി വിദേശ നിർമ്മിത വാഹനങ്ങളെ പ്രൊമോട്ട് ചെയ്യാനുള്ള ശ്രമമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ അനുഭവത്തിൽ ഞാൻ മാരുതി സുസുക്കിയുടെ വണ്ടി ഉപയോഗിക്കുന്ന ആളാണ്. ഒരു 6 മാസം മുമ്പാണ് ഞാനൊരു ഡിസൈർ വാങ്ങിയത്. എനിക്ക് തദ്ദേശീയമായ വാഹനങ്ങൾ വാങ്ങുന്നതിൽ രാജ്യത്തോടുള്ള സ്നേഹം ഉണ്ട്. ഞാനിപ്പോ ഒരു കൈത്തറി മുണ്ട് ഉപയോഗിക്കുന്നത് അത് നമ്മുടെ നാടിന്റെ സാമ്പത്തിക ഗ്രാമീണ സാമ്പത്തിക വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയൊക്കെയാണ്. ഏതായാലും ഇന്ന് 2 ദിവസം മുമ്പ് വണ്ടി ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു. അപ്പോ ആളുകളൊക്കെ ഭയപ്പെടുത്തിയതുപോലെ വലിയ അത്യാഹിതം ഉണ്ടാകേണ്ടതാണ്, വാഹനം മൊത്തത്തിൽ അങ്ങ് തകരേണ്ടതാണ്. ആ രീതിയിലുള്ള ഒരു ഇടിയാണ് ഇടിച്ചത്. ഞാൻ വണ്ടിയുടെ കോലം കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഇതാണ് എന്റെ ഡിസൈർ. വണ്ടി ഇടിച്ചതിന് ശേഷമുള്ള ഒരു അവസ്ഥയാണിത്. വളരെ സൂക്ഷിച്ചു നോക്കി നമുക്ക് മനസ്സിലാവും വണ്ടി ഇടിച്ചിരിക്കുന്നത് ടയറിന്റെ ഭാഗത്തുള്ള ഹെഡ്ലൈറ്റിന്റെ ഭാഗത്തുള്ള ഏതാണ്ട് ഉള്ളിലൊക്കെ പൊള്ളയായിട്ടുള്ള ഒരു ഭാഗമാണ് ഇടിച്ചിരിക്കുന്നത്. ഇനി വണ്ടി ഒന്നുകൂടി കാണിച്ചില്ല. അതിന് മുമ്പായിട്ട് വണ്ടി ഇടിച്ചപ്പോൾ ഉള്ള പോസ്റ്റ്, ഇലക്ട്രിക് പോസ്റ്റിന് എന്ത് സംഭവിച്ചു ഒന്നുകൂടി കാണാം. ഇതാണ് ഇലക്ട്രിക് പോസ്റ്റ്. ഇതില് കുറച്ച് മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന പോലത്തെ ഒരു ഭാഗമുണ്ടോ, ഇത് ഈ ഭാഗം. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടായിരുന്നത്. വണ്ടി ഇടിച്ചപ്പോ ഈ ഒരു ചെറിയൊരു പീസ് ഇവിടെ ശ്രദ്ധിച്ചോ, ചെറിയൊരു പീസ് എടുക്കണ്ട ഇലക്ട്രിക് പോസ്റ്റ്, ആ സ്ക്രോളുള്ളടുത്ത് ഈ പീസ് ഏതാണ്ട് ഒരു മീറ്ററോളമുള്ള ഒരു കഷ്ണം വണ്ടി ഇടിച്ചപ്പോൾ തന്നെ പൊട്ടി തെറിച്ചുപോയി. ഏതാണ്ട് ഇവിടം വരെ ഏതാണ്ട് 1.5 മീറ്ററിലധികം ദൂരമുണ്ട്. വണ്ടി ഇടിച്ച ആഘാതത്തില് ഈ ഒരു പീസ് 1.5 മീറ്റർ ദൂരേക്ക് തെറിച്ചു. ഈ കുഴിയിലുള്ള ഏതാണ്ട് 1.25 മീറ്ററുള്ള ഒരു പീസ് ഇവിടെ പൊരിഞ്ഞിട്ട് ഉള്ളിൽ നിന്ന് അങ്ങനെ പിഴുതു മാറ്റിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇലക്ട്രിക് പോസ്റ്റ് ഏതാണ്ട് 1.5 മീറ്റർ 2 മീറ്റർ ദൂരത്തേക്ക് ഇതാണ് പോസ്റ്റ്, ഈ പോസ്റ്റ് വന്ന് കിടപ്പുണ്ട്. ഇത്രയും വലിയ ഒരു ഇടിയാണ് യഥാർത്ഥത്തിൽ ഇടിച്ചത്. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ആളുകളുടെയൊക്കെ ഒരു പ്രചാരണം കൊണ്ട് വണ്ടി മുഴുവൻ തകരണം. എന്നാൽ വണ്ടിക്ക് എന്താണ് സംഭവിച്ചത് നോക്കാം. നമുക്കറിയാം ഏതൊരു വണ്ടിയുടെയും ഏറ്റവും ബലഹീനമായ ഭാഗമാണ് ഈ ഭാഗം. അതായത് ടയർ കഴിഞ്ഞാൽ പിന്നെ ആകെയുള്ളത് ഹെഡ്ലൈറ്റ് ഉള്ളത്, പിന്നെ ഈ ബോഡിയുടെ ഈ മുന്നിലത്തെ ഈ ബമ്പർ വരുന്ന ഒരു പാർട്ടാണ്. ഈ ഭാഗത്ത് ഇത്രയും വലിയ ഒരു ഇടി വണ്ടിക്കിടിച്ചിട്ട് ആകെ ഈ ഭാഗം മാത്രമേ പൊളിഞ്ഞിട്ടുള്ളൂ, തകർന്നിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും ബോണറ്റിന്റെ ഒരു ഭാഗം, അതിപ്പം ബോണറ്റ് ഒടിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ബോഡിയുടെ ഈ ബോഡി പാർട്ട് ആകെ സംഭവിച്ചിരിക്കുന്ന ഇതാണ്. ഉള്ളിലിരിക്കുന്ന ആൾക്ക്, ഞാൻ സാധാരണ സീറ്റ് ബെൽറ്റ് ധരിക്കാറുണ്ട്, ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ഹെൽമെറ്റ് ധരിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒന്നും സംഭവിച്ചില്ല. വണ്ടി ഇടിച്ചപ്പോ എനിക്ക് തോന്നുന്നത് വണ്ടി ഇടിച്ചത് ഈ ഭാഗത്താണ്. ഇവിടെയാണ് വണ്ടിയുടെ ചേസിന്റെ പ്രൊട്ടക്ഷൻ ഉള്ളത്. പോസ്റ്റ് ഒരു പക്ഷേ തകരാൻ കാരണം ഇവിടെ ഇടിച്ചതുകൊണ്ടായിരിക്കണം. പോസ്റ്റ് തകർന്നു. വണ്ടിയുടെ ഈ ഭാഗം, ഹെഡ്ലൈറ്റ്, ബോഡി പാർട്ട്, ഇതൊക്കെ ഇപ്പൊ എനിക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കിട്ടും. ആ വണ്ടി 6 മാസം ആയിട്ടില്ല, 5 മാസം കഴിഞ്ഞുള്ളൂ. ഫുൾ കവർ ഇൻഷുറൻസ് ആണ്, ബമ്പർ ടു ബമ്പറാണ്. അപ്പോ ഭയപ്പെടുത്തുന്ന ആളുകളൊക്കെ ചിന്തിക്കേണ്ടത് മറ്റുള്ള വണ്ടികൾ, മാരുതിയുടെ മറ്റു വണ്ടികളുടെ അവസ്ഥ എനിക്കറിയില്ല, ബലാനോ പോലുള്ള മറ്റു വണ്ടികൾ എത്രത്തോളം സുരക്ഷിതമാണെന്ന് എനിക്കറിയില്ല. എന്നാലും പല വിദേശ നിർമ്മിത വാഹനങ്ങളും ജർമ്മനിയിൽ നടന്ന സുരക്ഷാ പരിശോധനയിലൊക്കെ പരാജയപ്പെട്ടതാണ്. ഈ വാഹനത്തിന് ആകെ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഒരു പാർട്ട്, എന്തായാലും കുറച്ചൊരു 10-20,000 രൂപ പണിയുണ്ടാവും. അത് തന്നെ ഇൻഷുറൻസിൽ ക്ലെയിം ആകും. ഇത്തരത്തോളം സുരക്ഷിതമായ വാഹനങ്ങൾ ഇന്ത്യൻ റോഡിൽ മറ്റുള്ള വാഹനങ്ങൾ വളരെ ഉണ്ടാകും, അപൂർവമായിരിക്കാം. ഇതാണ് വണ്ടി. കാര്യമായ വലിയ മറ്റുള്ള ഭാഗത്തൊന്നും യാതൊരു കുഴപ്പമില്ല. വണ്ടിയുടെ ആ മൂലയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. അത് പെട്ടെന്ന് ശരിയാക്കി കിട്ടും. അപ്പോ ആളുകൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ മനസ്സിനെ മാറ്റിത്തേക്കുന്നതിന് വേണ്ടി തദ്ദേശീയമായിട്ടുള്ള വാഹന നിർമ്മാണത്തെ അല്ലെങ്കിൽ അതിന്റെ വിപണിയെ നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടി, തകർക്കുന്നതിന് വേണ്ടി ചില നിഗൂഢ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. മാരുതി സുസുക്കിയുടെ വണ്ടി യാത്ര ചെയ്യാൻ വളരെ സുഖമുള്ള വണ്ടിയാണ്. ഞാൻ ഈ മാരുതി സുസുക്കിയുടെ ഡീലറൊന്നുമല്ല, എങ്കിൽ കൂടി ഞാനത് ഉപയോഗിച്ചൊരു വണ്ടി എന്ന നിലക്ക് മാരുതി സുസുക്കി ഡിസൈറിനെ കുറിച്ച് എനിക്ക് പൂർണ്ണമായിട്ട് ആത്മവിശ്വാസമുണ്ട്. മറ്റുള്ള വണ്ടികൾ എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല.
ഏതായാലും ഈ വിവരം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. താങ്ക് യു വെരി മച്ച്.